നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആദ്യമായി സിറ്റി സർക്കുലർ സർവീസുകൾക്കും തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾക്കും തുടക്കമിട്ടത് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരുന്നു. എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്നും 10 രൂപ ടിക്കറ്റ് ഇനി അനുവദിക്കില്ല എന്നും സിറ്റി സർക്കുലർ സർവീസുകളിൽ പുനഃപരിശോധന നടത്തുമെന്ന ഗേബി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴുള്ള വാദങ്ങളോട് ആന്റണി രാജു പ്രതികരിക്കുകയുണ്ടായി. സർവീസുകൾ നഷ്ടത്തിലാണെങ്കിൽ അതിന് കണക്കുണ്ടാവുകയും അത് വെളിപ്പെടുത്തട്ടെ എന്നും ആന്റണി രാജു പറഞ്ഞു. മന്ത്രി മാത്രമാണ് ഇവിടെ മാറിയത്, എന്നാൽ പദ്ധതികളും അതിലുള്ള ആളുകളും മാറിയിട്ടില്ല എന്ന് ആന്റണി രാജു പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതും 10 രൂപ ടിക്കറ്റ് കൊണ്ടുവന്നതും പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ തിരികെ എത്തിക്കാനായിരുന്നു. അത് പൊതുജനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള പുതിയ ഗതാഗത മന്ത്രി ഗേബി ഗണേഷ് കുമാർ നടത്തുന്നത് എന്നോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് അത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മുൻപ് താൻ ചെയ്തതെല്ലാം കുഴപ്പമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് ഗേബി ഗണേഷ് കുമാർ ഇപ്പോൾ നടത്തുന്നത് എന്ന് ആന്റണി രാജു പറഞ്ഞു.